വർഷം 1898 ഏപ്രിൽ 21. അമേരിക്ക സ്പെയിനിനെതിരെ യുദ്ധം ചെയ്ത വർഷം. ക്യൂബയിൽ സ്പെയിൻ അധിനിവേശം നടത്തിയെന്നതായിരുന്നു യുദ്ധകാരണം. 3 മാസവും 3 ആഴ്ചയും 2 ദിവസവും യുദ്ധം നീണ്ടു നിൽക്കുന്നു. 10,000-കണക്കിന് ആളുകൾ യുദ്ധസമയത്ത് കൊല്ലപ്പെടുന്നു. പക്ഷേ യുദ്ധം നടക്കുന്നതിന് മുമ്പ് അന്നത്തെ അമേരിക്കൻ പ്രസിഡന്റ് വില്യം മക്ലി പറഞ്ഞിരുന്നത് സ്പെയിനുമായി യുദ്ധം ചെയ്യില്ലെന്നും ക്യൂബയിലേത് വളരെ നിസ്സാരമായി പരിഹരിക്കാൻ കഴിയുന്ന പ്രശ്നമാണെന്നായിരുന്നു. പിന്നെന്തുകൊണ്ടായിരിക്കും അമേരിക്ക സ്പെയിനിനെതിരെ യുദ്ധം ചെയ്തത്? ചരിത്രം വളരെ വ്യക്തമായി പറയുന്നുണ്ട്. യുദ്ധത്തിന് പിന്നിൽ അമേരിക്കയോ സ്പെയിനോ ആയിരുന്നില്ല. പിന്നാര്? അമേരിക്കയിലെ മാധ്യമ മുതലാളി വില്യം റാൻഡൽഫ് ഹീർസ് തൻ്റെ യുദ്ധചിത്രകാരനായ ഫെഡറിക് റെമിങ്ടനോട് ചോദിക്കുന്നുണ്ട് നിലവിലെ യുദ്ധ സാഹചര്യങ്ങളെ. ആ സമയത്ത് ഫെഡറിക് പറയുന്നുണ്ട്, നിലവിൽ യുദ്ധത്തെക്കുറിച്ച് ചിന്തിക്കുകയേ വേണ്ട, സമാധാനപരമായാണ് സാഹചര്യങ്ങളെല്ലാം നീങ്ങുന്നത്. ആ സമയത്ത് വില്യം പറയുന്നുണ്ട്, യു ഫാണിഷ് ദി പിക്ചർ ആൻഡ് ഐ വിൽ ഫാണിഷ് ദി വാർ. നീ പടമെടുക്കൂ, യുദ്ധം ഞാനുണ്ടാക്കാം. അങ്ങനെ ഒട്ടേറെ വ്യാജ ചിത്രങ്ങൾ ഫെഡറിക് പകർത്തുന്നു, വില്യമിന് കൈമാറുന്നു. വില്യം തൻ്റെ മാധ്യമ സംവിധാനങ്ങളിലൂടെ ദിനം പ്രതി വ്യാജ ചിത്രങ്ങളും സന്ദേശങ്ങളും അയച്ചുകൊണ്ടേയിരിക്കുന്നു. ഒടുവിൽ വ്യാജ ദേശീയതക്ക് തീ പിടിക്കുന്നു. അമേരിക്കൻ ജനത തെരുവിലിറങ്ങുന്നു. യുദ്ധമല്ലാതെ മറ്റൊന്നും അമേരിക്കൻ പ്രസിഡന്റിന് മുന്നിൽ ഇല്ലാത്ത വിധം സാഹചര്യങ്ങൾ മാറിമറിയുന്നു. നൂറ്റാണ്ടുകൾക്ക് മുമ്പ് ലോകം ഏറെ ഞെട്ടലോടെ കേട്ട വാർത്തയായിരുന്നു ഇത്. ഇന്ന് ഡിജിറ്റൽ യുഗത്തിലൂടെയാണ് നമ്മൾ സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നത്. പക്ഷേ ഇന്നും നമ്മൾ നേരിടുന്ന ഏറ്റവും വലിയ പ്രതിസന്ധി വ്യാജ വാർത്തകളുടെ വ്യാപനം തന്നെയാണ്. ഈ അടുത്ത് ഡൽഹി ISI ചാരശൃംഖല കേസുമായി ബന്ധപ്പെട്ട 7 പ്രതികളുടെ ചിത്രങ്ങൾ NDTV പുറത്തുവിട്ടിരുന്നു. എന്നാൽ ഇതേ ചിത്രങ്ങൾ ഉൾപ്പെടുത്തിക്കൊണ്ട് 7 മുസ്ലിം പേരുകളും ഓൾവേസ് പീസ്ഫുൾസ് എന്ന് എഴുതിക്കൊണ്ട് മോഹിത് എന്ന് പറയുന്ന എക്സ് അക്കൗണ്ടിൽ നിന്ന് 2026 ജൂൺ 16 ഒരു പോസ്റ്റ് പ്രത്യക്ഷപ്പെടുന്നുണ്ട്. ചുരുങ്ങിയ ദിവസങ്ങൾ കൊണ്ട് തന്നെ 2,27,000-ൽ പരം ആളുകൾ ആ പോസ്റ്റ് കാണാനിടയായി. എന്നാൽ വാർത്തയുടെ കൂടുതൽ വിശദാംശങ്ങൾ പുറത്തു വന്നപ്പോൾ 7 പേരിൽ ചുരുങ്ങിയത് 5 പേരെങ്കിലും ഹിന്ദു വിഭാഗത്തിൽപ്പെട്ടവരാണെന്ന് തെളിയുന്നു. ഇതുപോലെ കാലങ്ങളായി മുസ്ലിം യുവാക്കൾ അന്യമത വിഭാഗങ്ങളിലെ പെൺകുട്ടികളെ പ്രണയം നടിച്ച് മതപരിവർത്തനം നടത്തുന്നു എന്ന് ആരോപിക്കുന്ന ലവ് ജിഹാദ്. നമ്മുടെ കൊച്ചു കേരളത്തിൽ നിന്ന് പോലും 32,000-ൽ പരം പെൺകുട്ടികളെ ഇത്തരത്തിൽ മതപരിവർത്തനം നടത്തിയിട്ടുണ്ടെന്ന് വാദിക്കുന്ന കേരള സ്റ്റോറി പോലെയുള്ള സിനിമകൾ നമ്മുടെ മുന്നിൽ തെളിവായുണ്ട്. എന്നാൽ സുപ്രീം കോടതി പോലും ഇത്തരം വാദങ്ങൾ നിഷേധിക്കുന്നുണ്ട്. ബംഗ്ലാദേശിലെ ധാക്കയിലെ ബേക്കറിയിൽ ഒരു മുസ്ലിം പെൺകുട്ടി നടത്തിയ കവർച്ചയുമായി ബന്ധപ്പെട്ട വീഡിയോ, ഉത്തരാഖണ്ഡിൽ ഹിന്ദു യുവാക്കൾ ജയ് ശ്രീറാം വിളിക്കാത്തതിൻ്റെ പേരിൽ മുസ്ലിം പെൺകുട്ടികളെ ആക്രമിക്കുന്നു എന്ന രൂപത്തിൽ മന്നൻ പത്താൻ എന്ന് പറയുന്ന എക്സ് അക്കൗണ്ടിൽ ജൂൺ 21 പ്രത്യക്ഷപ്പെട്ടത്. ഇത്തരത്തിൽ നമ്മളെ തമ്മിലടിക്കാനും വെറുക്കാനും സംശയിക്കാനും പ്രേരിപ്പിക്കുന്ന ഒട്ടേറെ വ്യാജ വാർത്തകളാണ് ദിനംപ്രതി വന്നുകൊണ്ടേയിരിക്കുന്നത്. ദി ഇറോഷൻ ഓഫ് ട്രൂത്ത് നടത്തിയ പഠനത്തിൽ ഇന്ത്യയിലെ ജനാധിപത്യത്തിന് തന്നെ വലിയ പ്രതിസന്ധി സൃഷ്ടിക്കാൻ വ്യാജ വാർത്തകൾക്ക് കഴിയുന്നുവെന്ന് കണ്ടെത്തുന്നുണ്ട്. ഓക്സ്ഫോർഡ് സർവകലാശാലയുടെ ഭാഗമായ റോയിട്ടേഴ്സ് ഇൻസ്റ്റിറ്റ്യൂട്ട് നടത്തിയ പഠനത്തിൽ ഇന്ത്യയിലെ ജനങ്ങൾക്ക് മാധ്യമങ്ങളോടുള്ള വിശ്വാസം കുറയുന്നതായും ജനങ്ങളെല്ലാം അവർക്കിഷ്ടപ്പെടുന്ന രാഷ്ട്രീയ പാർട്ടികളെ വിശ്വസിക്കുന്ന എക്കോ ചോംബർ പ്രതിമാസത്തിലേക്ക് സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നുവെന്നും കണ്ടെത്തുന്നുണ്ട്. MIT 2006 മുതൽ 2017 വരെയുള്ള 11 വർഷ കാലയളവിൽ എക്സിൽ വന്ന ലക്ഷക്കണക്കിന് വാർത്തകൾ പരിശോധിച്ചപ്പോൾ ശരിയായ വാർത്തകളെക്കാൾ 6 ഇരട്ടി വേഗതയിലാണ് വ്യാജ വാർത്തകൾ പ്രചരിക്കുന്നത് എന്ന് കണ്ടെത്തുന്നുണ്ട്. വേൾഡ് എക്കോണമിക് ഫോറത്തിൻ്റെ റിപ്പോർട്ട് പരിശോധിക്കുകയാണെങ്കിൽ ഇന്ത്യയിൽ ജനങ്ങൾക്കിടയിൽ വിഭാഗീയതയും വർഗീയതയും പ്രചരിപ്പിക്കുന്നതിനും അതുപോലെ തന്നെ രാഷ്ട്രീയപരമായ നേട്ടങ്ങൾ നേടിയെടുക്കുന്നതിനു വേണ്ടിയും വ്യാജ വാർത്തകളെ ഉപയോഗപ്പെടുത്തുന്നുവെന്ന് കണ്ടെത്തുന്നുണ്ട്. ഈ അടുത്ത് പല രാഷ്ട്രീയ പാർട്ടികളും ലവ് ജിഹാദ് പോലെയുള്ള വിഷയങ്ങളിലെല്ലാം എടുത്ത നിലപാട് നമ്മൾ കണ്ടതാണ്. അതിലൂടെ അവർ നേടിയെടുത്ത നേട്ടങ്ങളും നമ്മൾ മനസ്സിലാക്കിയതാണ്. പ്രശസ്ത ചിന്തകനായ നോം ചോസ്കി പറയുന്നുണ്ട്, വ്യാജ വാർത്തകൾ രാഷ്ട്രീയ താല്പര്യങ്ങൾ സംരക്ഷിക്കുന്നതിനും പ്രധാനപ്പെട്ട പല വിഷയങ്ങളിൽ നിന്നും ജനശ്രദ്ധ തിരിച്ചുവിടുന്നതിനും വേണ്ടിയാണ് ഇന്ന് ഉപയോഗപ്പെടുത്തുന്നതെന്ന്. വാസ്തവത്തിൽ നമ്മൾ കാണുന്നതും ഇതുതന്നെയാണ്. നമ്മുടെ കേരളത്തിൻ്റെ പല ഭാഗങ്ങളിലും കേരളത്തിൻ്റെ പുറത്തുള്ള പല സംസ്ഥാനങ്ങളിൽ വ്യാപകമായും ഇന്ന് വേർതിരിവുകളും വിഭാഗീയതയും വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. മതത്തിൻ്റെയും ജാതിയുടെയും എന്തിനേറെ ഭാഷയുടെ പേരിൽ പോലും ഇന്ന് ജനങ്ങൾ വേർതിരിക്കപ്പെടുന്നുണ്ട്. പല ഭാഗങ്ങളിലും വലിയ ആൾക്കൂട്ട ആക്രമണങ്ങൾ നിരന്തരം നമ്മൾ കേൾക്കുന്നുണ്ട്. 2015 ഉത്തർപ്രദേശിൽ മുഹമ്മദ് അഖ്ലാഖ് എന്ന് പറയുന്ന ഒരു മുസ്ലിം യുവാവ് പശുക്കടത്ത് ആരോപിച്ച് ആൾക്കൂട്ട ആക്രമണങ്ങൾക്കിരയാവുകയും മരണപ്പെടുകയും ചെയ്യുന്നുണ്ട്. CSSS പുറത്തു കൊണ്ടുവന്ന കണക്കുകൾ പരിശോധിക്കുമ്പോൾ 2014 മുതൽ 2018 വരെയുള്ള 5 വർഷ കാലയളവിൽ മാത്രം
109ഓളം ആൾക്കൂട്ട ആക്രമണങ്ങൾ നമ്മുടെ രാജ്യത്തുണ്ടായിട്ടുണ്ട്. അതിൽ തന്നെ 78ഓളം ആളുകൾ മരണപ്പെട്ടിട്ടുണ്ട്. ന്യൂസ് റൂമുകളിൽ നിന്ന് പുറത്തു വരുന്ന വ്യാജ വാർത്തകളെ വെള്ളം തൊടാതെ വിഴുങ്ങി പഞ്ചപുച്ഛമടക്കിയിരിക്കാനാണ് നമ്മുടെ ഭാവമെങ്കിൽ നമ്മുടെ ജനാധിപത്യത്തിൻ്റെ 4ാം തൂണ് തന്നെ നമ്മുടെ ജനാധിപത്യത്തെ തകർത്തെറിയുമെന്നതിൽ സംശയിക്കേണ്ടതില്ല. അതുകൊണ്ട് ഏതൊരു വാർത്തയും കേട്ടപാടെ വിശ്വസിക്കുന്നതിന് പകരം അതിൻ്റെ വസ്തുതകളെ നമ്മൾ അന്വേഷിക്കേണ്ടതുണ്ട്. ഇന്ന് ആൾട്ട് ന്യൂസ്, ബൂം ന്യൂസ് പോലെ വാർത്തകളുടെ ശരി പരിശോധന നടത്തുന്ന ഒട്ടേറെ ചാനലുകൾ നമ്മുടെ ചുറ്റുവട്ടങ്ങളിലുണ്ട്. അത്തരം വാർത്താ സംവിധാനങ്ങളെ നമ്മൾ അവലംബമാക്കേണ്ടതുണ്ട്. അതുപോലെ വ്യാജ വാർത്തകൾ AI സംവിധാനങ്ങളുടെ സഹായത്തോടെ കൂടുതൽ വ്യാപിക്കുന്ന ഈ കാലഘട്ടത്തിൽ ശരിയായ വാർത്തകളെ ജനങ്ങളിലേക്ക് എത്തിക്കാൻ നമ്മൾ കൂടെ മുൻകൈയെടുക്കേണ്ടതുണ്ട്. വ്യാജ വാർത്തകൾ വല്ലാതെ വ്യാപിക്കുമ്പോൾ ആ വ്യാപനത്തെക്കാളേറെ സത്യങ്ങൾ ജനങ്ങളിലേക്ക് എത്താനുള്ള മാധ്യമങ്ങൾ ഇന്ന് രൂപപ്പെടേണ്ടതുണ്ട്. അതുകൊണ്ട് നമ്മൾ ഓരോരുത്തരും വ്യാജ വാർത്തകൾക്കെതിരെ ശരിയെ കണ്ടെത്തുന്നതിന് വേണ്ടി പ്രവർത്തിക്കേണ്ടതുണ്ട്. എങ്കിൽ നമ്മുടെ ജനാധിപത്യ രാജ്യം വളരെ ഭംഗിയോടെ നമുക്ക് ലഭിക്കും. ഇന്ന് ഒട്ടേറെ മാധ്യമ സ്ഥാപനങ്ങളാണ് ദിനം പ്രതി വർദ്ധിച്ചുകൊണ്ടിരിക്കുന്നത്. പൊളിറ്റിക്കൽ സയൻസിൽ ഡോക്ടറേറ്റും അധ്യാപകന പരിചയവും ഉണ്ടായി എന്നതുകൊണ്ട് മാധ്യമധർമ്മം നടപ്പാക്കാൻ കഴിയണമെന്നില്ല. കൃത്യമായ മുൻകരുതലും മാറ്റത്തിരുത്തലുകൾക്കും വിധേയമാകേണ്ട മേഖലയാണ് മാധ്യമധർമ്മം. നമ്മിൽ നിന്നുണ്ടാകുന്ന ചെറിയ വീഴ്ച പോലും സമൂഹത്തിലുണ്ടാക്കുന്ന ആഘാതം ഒരുപക്ഷെ വളരെ വലുതായിരിക്കാം. ഇനിയും ഒട്ടേറെ വ്യാജ വാർത്തകൾ പ്രചരിച്ചുകൊണ്ടേയിരിക്കും. പക്ഷേ അവരെല്ലാം വില്യം റാൻഡൽഫ് ഹീർസിൻ്റെ ഭക്ത സമൂഹത്തിലെ അംഗങ്ങളാണെന്ന് മാത്രം നമ്മൾ മനസ്സിലാക്കിയാൽ മതി.